ഒരു പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അഭിപ്രായ പ്രകടനമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നിറത്തിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള കാര്യമാണ്. 16-ാം നൂറ്റാണ്ടിലാണ് നിറത്തിൻ്റെ പേരിൽ വലിയ അയിത്തവും മാറ്റി നിർത്തലുമൊക്കെ ഉണ്ടായത്. അവിടുന്ന് ലോകം ഒരുപാട് മുമ്പോട്ട് പോയി. മാത്രമല്ല നമ്മുടെ ഭാരതീയ രീതി അനുസരിച്ച്, നമ്മുടെ നാട്യശാസ്ത്രമനുസരിച്ച് എല്ലാ നൃത്തങ്ങളും കറുപ്പിൻ്റെ അഴകിനെ വർണ്ണിക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു നിറത്തെയും ഒരു വർണ്ണത്തെയും എങ്ങനെ അപമാനിക്കാൻ വേണ്ടി സാധിക്കുക? അത് ഒരാളുടെ മനസ്സിൻ്റെ ഏറ്റവും ദുഷിച്ച മനോഭാവം പുറത്തു വന്നിട്ടുള്ളതാണ്. അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. നമുക്കൊരിക്കലും അംഗീകരിക്കാനോ യോജിക്കാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, ഭാരതീയ നാട്യശാസ്ത്രമനുസരിച്ചുള്ള എല്ലാ നൃത്തരൂപങ്ങളും ഉണ്ടായിട്ടുള്ളത് കറുത്ത വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് കറുപ്പിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക? അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല.